ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ. ഇന്ന് സ്വർഗാരോഹണ ദിനമാണ്. ദ അസെൻഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ് റിഡംഷൻ. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയായ മഹത്വത്തിലേക്ക് മനുഷ്യരെ വിളിച്ച അനുഗ്രഹിക്കപ്പെട്ട ദിനം. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40-ാം ദിവസം. പുനരുത്ഥാനത്തിന് ശേഷമുള്ള ദിനങ്ങൾ സത്യത്തിൽ ആനന്ദത്തിൻ്റെ ദിനങ്ങളാണ്. മണവാളനായ കർത്താവ് തൻ്റെ മണവാട്ടിയായ സഭയോട് ജഡപ്രകാരം ചേർന്നിരുന്ന സന്തോഷത്തിൻ്റെ ദിനങ്ങൾ. കഷ്ടാനുഭവിച്ച ദുഃഖകാലമാണെങ്കിൽ ഈ ദിനങ്ങൾ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ദിനങ്ങളാണ്. അത്രമേൽ സന്തോഷത്തിൻ്റെ ദിനങ്ങളായതുകൊണ്ട് സഭ നോമ്പ്, കുമ്പടിയിൽ മുതലായവ ഈ നാളുകളിൽ നടത്താറുപോലുമില്ല. അല്ലെങ്കിൽ തന്നെ ക്രിസ്തു വന്നത് മനുഷ്യരുടെ സന്തോഷത്തിൻ്റെ പൂർത്തീകരണത്തിനും അതിനുതകുന്ന ചില പാഠങ്ങൾ പറഞ്ഞു തരാനുമാണ്. എന്നാൽ അവൻ്റെ നാമത്തിലുള്ള ഈ പ്രഭാഷകർ അതിനെ ഒരു കഥനകഥയാക്കി മാറ്റി എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ഈ വചനഭാഗത്ത് 11 പേരും ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഉത്ഥിതനായ ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ 40 ദിവസത്തിലും പല സ്ഥലങ്ങളിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആവർത്തിച്ചിട്ടുള്ള പ്രത്യക്ഷപ്പെടലിലൂടെ അവനൊരു കാര്യം പഠിപ്പിക്കുകയാണ്. അവൻ മരണത്തിന്മേൽ ജയം കൊണ്ടുവെന്നും അവൻ ഇന്നും ജീവിക്കുന്നു എന്നും അതിനപ്പുറമായി കൂടെയുണ്ട് എന്നുള്ള ഉറപ്പും അവർക്ക് കൊടുക്കുന്നു. ഇവിടെ ക്രിസ്തു പരിചയപ്പെടുത്തുന്നത് ഓംനിപ്രസൻസായ ഒരു ദൈവത്തെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്യുന്നു. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു വിശ്വാസവും എത്ര ബലമാണ് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ ദിനങ്ങൾ എല്ലാ നാളും ഒരുപോലെ ആയിരിക്കും എന്നുള്ള ഉറപ്പൊന്നും ക്രിസ്തു ആർക്കും കൊടുക്കുന്നില്ല. എന്നാൽ എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഐ ആം വിത്ത് യു എന്നുള്ള വലിയ ഉറപ്പ് കൊടുക്കുന്നു. ഇതൊരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ധനമാണ്. ദൈവം കൂടെയുണ്ട് എന്നുള്ള വലിയ ഉറപ്പ്. ഇന്നത്തെ സന്ധ്യയുടെ സദറായിൽ ഇത് വായിക്കുന്നുണ്ട്. പിതാക്കന്മാർ ഇവിടെ പറയുക, പ്രവാചകന്മാരാൽ സംസാരിച്ചവനും സ്വർഗാദി ദൈവവും കർത്താവുമായവൻ നമ്മുടെ ഇടയിൽ പാർത്തത് ഭൗമികരെ സന്തോഷിപ്പിച്ചു. ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒരു അറിവ് എന്ത് സന്തോഷവും എന്ത് ബലവുമാണ്. സത്യത്തിൽ ഈ ഒറ്റപ്പെടലിൻ്റെ നാളിൽ നമുക്കും മറ്റൊരാൾക്ക് കൈമാറുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷവും ഇത് തന്നെയായിരിക്കണം. ഞാൻ കൂടെയുണ്ടെന്നേ. ഈ ഞാൻ കൂടെയുണ്ടെന്നുള്ളൊരു പറച്ചിൽ അത് വല്ലാത്തൊരു ബലം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇവിടെ സ്വർഗാരോഹണത്തിന് മുമ്പ് ചില ദൗത്യങ്ങൾ ക്രിസ്തു അവരെ ഏൽപ്പിക്കുകയാണ്. ഭൂലോകമൊക്കെയും സഞ്ചരിച്ച് എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. പ്രീച്ച് മൈ ഗുഡ് ന്യൂസ്. എന്താണ് എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ദാറ്റ് മീൻസ് എന്നെ തന്നെ പ്രസംഗിക്കുക. എൻ്റെ ദൈവത്വം, മനുഷ്യത്വം, മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിവ പ്രസംഗിക്കുക. അതാണ് സത്യത്തിൽ സുവിശേഷം. ഇത് തന്നെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടതും പ്രഘോഷിക്കേണ്ടതും. ഈ ക്രിസ്തുവിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടതും പ്രഘോഷിക്കേണ്ടതും. വിശുദ്ധ കുർബാനയിലും ഇതിൻ്റെ അനുസ്മരണമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ തക്സയിൽ അപ്പവീഞ്ഞുകളെ വാഴ്ത്തിയതിനു ശേഷം പട്ടക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, നിൻ്റെ മരണത്തെയും 3-ാം ദിവസമുള്ള നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും നിൻ്റെ സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുള്ള ഇരുപ്പിനെയും ഞങ്ങൾ ഓർക്കുന്നു. വിശുദ്ധ കുർബാനവൻ്റെ ജീവിതത്തിൻ്റെ അനുസ്മരണമാണ്. അതാണ് നമ്മുടെ സുവിശേഷം. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറുക. നിർഭാഗ്യവശാൽ ക്രിസ്തുവിനെ ആരും ഇന്ന് പ്രസംഗിക്കുന്നൊന്നുമില്ല. അവൻ്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെയാണ് കൂടുതൽ പ്രഘോഷിക്കുന്നത്. ഒന്നോർത്താൽ ക്രിസ്തു കാണിച്ച അത്ഭുതത്തേക്കാൾ ക്രിസ്തു തന്നെ ഒരു അത്ഭുതമല്ലേ?
സത്യത്തിൽ ആ ക്രിസ്തുവിനെയല്ലേ പ്രഘോഷിക്കേണ്ടത്? ഇന്നത്തെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഇടയിൽ ക്രിസ്തു എവിടെയോ നഷ്ടപ്പെട്ടു. ആ മഹത്വം ആരും പ്രഘോഷിക്കപ്പെടുന്നില്ല. പണ്ടാരോ സൂചിപ്പിച്ചതുപോലെ ഒരു പശുവിനെ ഒരാൾ വാങ്ങിച്ചു. അതിൽ നിന്ന് ലാഭം കിട്ടിയപ്പോൾ തൊഴുത്ത് വലുതാക്കി, പാല് പകരാൻ വേണ്ടി പുതിയ പാത്രം വാങ്ങിച്ചു. ആ നല്ല വരുമാനത്തിൻ്റെ ഒരു അംശമെടുത്ത് വീടൽപ്പം പുതുക്കിപ്പണിതു. ബട്ട് ഇതിൻ്റെ ഇടയിൽ വലിയൊരു ദുരന്തവും സംഭവിച്ചു. എന്തെന്നാൽ ഈ തിരക്കിനിടയിൽ പശുവിന് തീറ്റ കൊടുക്കാൻ വിട്ടുപോയതുകൊണ്ട് പശു ചത്തുപോയി. ഇതെല്ലാ മേഖലയിലും സംഭവിക്കുന്ന ഒരു ഇടർച്ചയാണ്. ആചാര അനുഷ്ഠാനങ്ങളുടെ തിരക്കിനിടയിൽ നമുക്കും ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു. പ്രയോറിറ്റിയൊക്കെ മാറിപ്പോയോ? പ്രിഫറൻസ് മാറിപ്പോയോ? നടക്കുന്നതൊന്നും ക്രൈസ്റ്റ് ഓറിയൻറ്റഡ് അല്ലല്ലോ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സ്ലീഹാവായനെ ഒന്ന് ശ്രദ്ധിക്കുന്നല്ലതാ. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ എന്താണ് പ്രസംഗിക്കുവാനും എഴുതാനും ശ്രമിച്ചത്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു വിവരണമുണ്ട്. ആ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: അല്ലയോ തെയോഫിലോസേ, നമ്മുടെ കർത്താവായ യേശു മിശിഹ അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ലീഹന്മാരോട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിച്ച ശേഷം സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ പ്രവർത്തിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് എഴുതുന്നത്. നോക്കുക, അപ്പോസ്തലന്മാർ ജീവിതം കൊണ്ടും തങ്ങളുടെ പ്രസംഗങ്ങൾ കൊണ്ടും പരിചയപ്പെടുത്താൻ ശ്രമിച്ചതൊക്കെ ക്രിസ്തുവിനെയാണ്. അല്ലാതെ അവർ അറിയപ്പെടാനായിട്ട് ഒരിക്കൽ പോലും ശ്രമിച്ചില്ല. ക്രിസ്തുവിനെ മാത്രം പ്രഘോഷിച്ചു. അപ്പോസ്തല പ്രവൃത്തികളിൽ 3-ാം അധ്യായം ഒന്ന് കണ്ണു നനഞ്ഞു വായിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. സുന്ദരമെന്ന ഗോപുരനടയിൽ വെച്ച് തന്നോട് ഭിക്ഷയാചിച്ച മുടന്തനോട് പത്രോസ് പറയുന്ന മറുപടി നോക്കുക: വെള്ളിയും പൊന്നുമൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഞാൻ നസ്രയനായ യേശുവിനെ നിനക്ക് തരിക, യേശുവിൻ്റെ നാമത്തിൽ നീ നടക്കുക. അവൻ ഒരു കാര്യത്തിൽ സമ്പന്നനായിരുന്നു. അവർ ഒരു കാര്യത്തിൽ സമ്പന്നരായിരുന്നു: യേശു ക്രിസ്തുവിൽ സമ്പന്നനായിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്നവൻ്റെ നാമത്തിൽ നടക്കുന്നവർക്ക് വെള്ളിയും പൊന്നുമുണ്ട്, പക്ഷേ ക്രിസ്തുവില്ല. ഇത് വല്ലാത്തൊരു കോൺട്രഡിക്ഷനാണ്. പത്രോസിൻ്റെ ഈ പ്രവൃത്തി കൂടെയുള്ള ജനത്തെയൊക്കെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ആരാധനയും ബഹുമാനം കൊണ്ട് ജനമിങ്ങനെ നിറഞ്ഞപ്പോൾ പത്രോസിനൊരു സ്വീകരണ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ശലോമോൻ്റെ മണ്ഡപത്തിൽ വെച്ച്. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു മറുപടിയൊക്കെ എന്നാ രസമാണ്. പത്രോസ് പറയുകയാണ്: ഇസ്രായേൽ പുത്രന്മാരെ, ഇവനെ നടക്കുമാറാക്കിയത് ഞങ്ങളെന്ന മട്ടിൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഈ ആശ്ചര്യപൂർവ്വം നോക്കുന്നത്? ഞങ്ങൾ ചെയ്തത് യേശുനാ മഹത്വത്തിന് വേണ്ടിയാണ്. അവൻ്റെ നാമത്തിൽ മാത്രമാണ് ഞങ്ങളിങ്ങനെ ചെയ്തത്. സ്നേഹമുള്ളവരെ, യേശുവിന് മഹത്വം കൊടുക്കുന്ന സുവിശേഷം പ്രസംഗിക്കാൻ കഴിയണം. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഓരോരുത്തരും അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ യേശുവിനെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയണം. ഇവിടെ വേറിട്ട സുവിശേഷം കൊടുത്തിട്ട് ക്രിസ്തു പിൻവാങ്ങി സ്വർഗത്തിലേക്ക് കരയേറുകയാണ്. ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ്, മഹത്വത്തിലേക്ക് ക്രിസ്തു പ്രവേശിക്കുകയാണ്. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം ക്രിസ്തു പിന്മാറുകയാണ്. ഏതു മഹത്വത്തിൽ നിന്ന് താൻ വന്നുവോ അതേ മഹത്വത്തിലേക്ക്, ആ പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് അവൻ ആരോഹണം ചെയ്യുകയാണ്. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമായ മഹത്വത്തിലേക്ക് നമ്മളെയും ഉയർത്തുവാൻ വേണ്ടി അവൻ സ്വർഗാരോഹണം ചെയ്തു. ഇതെന്ന് പഴയ നിയമ വായനയിൽ യേശയ്യാ ദീർഘദർശി പറയുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്: ഇസ്രായേലേ, ഞാൻ നിന്നെ മഹത്വീകരിക്കും. ഇതാണ് ക്രിസ്തുവിൻ്റെ ആഗ്രഹം. ഇതാണ് താനിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട മഹത്വത്തിലിടയിലേക്ക് തൻ്റെ അജഗണത്തെയും കൊണ്ടുവന്നെത്തിക്കുക. അതാണ് ക്രിസ്തുവിൻ്റെ ആഗ്രഹം. അതിലേക്കുള്ള ആ ആഗ്രഹമാണ്, ആ പ്രാർത്ഥനയാണ് ഈ സ്വർഗാരോഹണത്തിൻ്റെ അനുസ്മരണത്തിലൂടെ നമുക്കുണ്ടാകേണ്ടത്. ഒരു സ്പിരിച്വൽ എവേക്കണിങ്.
ആ ഇടത്തിലേക്ക് ക്ഷണിക്കാനാണ് അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതിനുവേണ്ടിയാണ് ഒരു സാധാരണ മനുഷ്യനെ പോലെ അവൻ നമ്മുടെ ഇടയിൽ പാർത്തത്. ഈ സ്വർഗാരോഹണത്തെ ധ്യാനിച്ച പിതാക്കന്മാർ ഇന്നത്തെ സദറയിൽ എഴുതി വയ്ക്കുന്നുണ്ട്, ഇത് ഭൗമികരെയും സ്വർഗീകരെയും ഒരുപോലെ അതിശയിപ്പിക്കുന്നു. ദിസ് ഈസ് അമേസിങ്. ഈ സ്വർഗാരോഹണം ഒരു അത്ഭുതമാണ്. കാരണം അവൻ്റെ ഇടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനായിട്ട് അവൻ നടത്തിയ ഒരു പ്രവർത്തനം. ഇന്നത്തെ സ്ലീഹാ വായനയിലും പൗലോസ് സ്ലീഹ ഇത് പറയുന്നുണ്ട്, ഈ ആരോഹണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് സ്ലീഹ ഇങ്ങനെ പറയുകയാണ്, അവൻ മുമ്പേ ഭൂമിയുടെ താഴേക്ക് ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങി. ആ ഇറങ്ങിയവൻ തന്നെ സകല സ്വർഗങ്ങൾക്കും മീതെ കരയേറുകയും ചെയ്തു. അത് സകലവും നിറവേറ്റാൻ വേണ്ടിയായിരുന്നു. തുടർന്ന് പൗലോസ് സ്ലീഹ ഇവിടെ എഴുതുകയാണ്, ആ മഹത്വത്തിലേക്ക് അവനെ ഏറ്റുപറഞ്ഞ എല്ലാവരെയും ക്ഷണിച്ചു. വിജാതീയരെയും പുറജാതീയരെയും എല്ലാവരെയും അവൻ ക്ഷണിക്കുകയാണ്. വേർതിരിവുകളില്ലാതെ ആ ഗുരുനാഥൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സ്വർഗാരോഹണത്തിൻ്റെ സ്ലീബ ആഘോഷത്തിൽ പിതാക്കന്മാർ ഇങ്ങനെ പാടുന്നത്. അതിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. ആരെയൊക്കെയാണ് വേർതിരിവുകളില്ലാതെ അവൻ ക്ഷണിച്ചതെന്നും ആ വേർതിരിച്ച ഗണത്തിലേക്ക് ഞങ്ങളെയും ചേർക്കണമെന്നും പിതാക്കന്മാർ ഇവിടെ പാടുന്നുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: പീഡിതനും രോഗാർത്ഥനും സാധുവിനും ധനഹീനനും ഗതിയറ്റോനും വിധവയ്ക്കും തുണയായി നാഥൻ മേന്മയെഴും തൻ ശാന്തിയെ ജനതയിലും സഭയതിലും നിവസിപ്പിക്കാൻ പ്രാർത്ഥനയോടുത്ഥാനങ്ങൾ ആർത്തിജീവിതമോതുന്നു. ഓർക്കുക പ്രിയമുള്ളവരെ, ദരിദ്രനെന്നോ ധനികനെന്നോ വേർതിരിവുകളില്ലാതെ അവൻ നമ്മളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ ഇനി മുതൽ നിങ്ങളെ ദാസരെന്ന് വിളിക്കുന്നില്ല, ഞാൻ സ്നേഹിതരെന്ന് വിളിക്കുന്നു. ഇതിവിടെ ഒന്ന് കൂട്ടി വായിക്കേണ്ടതാണ്. സ്നേഹിതനെന്ന് വിളിക്കുന്നു. ദാറ്റ് മീൻസ് അവനിരിക്കുന്ന അതേ മേശയിൽ തന്നെ നമ്മെയും ക്ഷണിച്ചിരുത്തുവാൻ അവൻ ശ്രമിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തു എന്ന ആ വലിയ ഗുരുനാഥൻ്റെ വല്ലാത്തൊരു ക്വാളിറ്റിയാണ് ഈ സ്വർഗാരോഹണ പെരുന്നാളിൽ നമ്മൾ അനുസ്മരിക്കേണ്ടത്. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചിട്ട് താൻ ചെയ്യുന്നതൊക്കെയും ചെയ്യാൻ തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചിട്ട് മാറി നിൽക്കുകയാണ്. താൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് തൻ്റെ അജഗണത്തെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ക്രിസ്തു. സത്യത്തിൽ ഇത് നല്ലൊരു ഗുരുവിൻ്റെ ഒരു ദൗത്യമാണ്, ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടിയാണ്. എന്താ, ക്വാളിറ്റി ഉള്ളവരെ കണ്ടെത്തി തൻ്റെ ദൗത്യങ്ങളൊക്കെ അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇങ്ങനെ മാറി നിന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ നല്ല ഗുരുനാഥനെ നമ്മൾ ധ്യാനിക്കണം. ഇന്നത്തെ അവൻ്റെ നാമത്തിലുള്ള ലീഡറെയൊക്കെ നമ്മളൊന്ന് നോക്കുക, അവരുടെ ക്വാളിറ്റിയൊക്കെ നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കുക. എനിക്ക് ശേഷം പ്രളയം, തൻ്റെ സ്ഥാനത്തേക്ക് ആരെങ്കിലും വളർന്നു വന്നാൽ തൻ്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കുമോ? അങ്ങനെ എന്തൊക്കെ മത്സരങ്ങളും കോംപ്ലക്സും കൊണ്ടാണ് അവൻ്റെ നാമത്തിലുള്ള ഈ ലീഡർഷിപ്പ് ഇന്ന് തുടരുന്നത്. എന്നാണ് ആ ഗുരുവിൻ്റെ തലത്തിലേക്കൊക്കെ നമ്മളൊന്ന് ഉയരുന്നത്? അവസാനമായി തൻ്റെ ആരോഹണത്തിന് മുമ്പായി മർമ്മപ്രധാനമായ മറ്റൊരു കാര്യം കൂടെ ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെ ഏൽപ്പിച്ച സുവിശേഷ ദൗത്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ജെറുസലേമിൽ തന്നെ പാർപ്പീൻ. അവിടെ പരിശുദ്ധാത്മാവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ആ കാര്യസ്ഥനെ കൂട്ടുപിടിച്ച് വേണം നിങ്ങളുടെ ദൗത്യത്തിലേക്ക് ഇറങ്ങാൻ. ആ കാര്യസ്ഥനെ അറിഞ്ഞിട്ട് പോകണം. ആ ആത്മാവ് നിങ്ങളെ ചിലത് പഠിപ്പിക്കും, അത് ചിലത് സാക്ഷ്യം നൽകും, അത് ചിലത് ബോധ്യപ്പെടുത്തും. ഈ കാര്യസ്ഥൻ്റെ കൂട്ട് ഒരു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് സമ്മാനിക്കും. ക്രിസ്തു ഓർപ്പിക്കുകയാണ്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി കിട്ടുവോളം കാത്തിരിക്കുക. ആ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ഏതൊരു ശുശ്രൂഷയിൽ നിങ്ങൾ ഏർപ്പെടുന്നതിന് മുമ്പ്
ഈ ആത്മാവിലായിരിക്കുവാനായിട്ട് ശ്രമിക്കണം. ഈ ആത്മാവിനെ അറിഞ്ഞിട്ടേ ഇറങ്ങാവൂ. അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന കർമ്മങ്ങളെല്ലാം ഒരുതരം കോമാളിവേഷമായി മാറും. പൗലോസിൻ്റെ വാക്കുകൾ കടമെടുത്താൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളങ്ങളായി മാത്രം മാറും. സത്യത്തിൽ ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയല്ലേ പ്രിയമുള്ളവരെ? അവൻ്റെ നാമത്തിൽ പ്രഘോഷണങ്ങളും ആചാരങ്ങളും ഒക്കെ നടക്കുന്നു, അതിനൊരു കുറവുമില്ല. പക്ഷേ ഇതാരെയും അങ്ങനെ സ്പർശിക്കുന്നില്ല. ആരുടെയും അവബോധത്തെ ഇത് ഉണർത്തുന്നതുമില്ല. ആത്മാവില്ലാത്ത പ്രാർത്ഥനകൾ, ആത്മാവില്ലാത്ത ആശംസകൾ, അവബോധങ്ങൾ ഉണർത്താത്ത പെരുന്നാളുകൾ അങ്ങനെ തുടർന്നു പോവുകയാണ്. ആ പഴയ വായന ഒരിക്കൽ കൂടെ ഓർക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനായ ഗായകൻ തൻ്റെ ശ്രുതിമധുരമായ ശബ്ദത്താൽ 23-ാം സങ്കീർത്തനം പാടി. ഓഡിയൻസ് എല്ലാം അത് കേട്ടിട്ട് അതിൽ ലയിച്ച് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പിന്നീട് വന്ന ഒരു വയോധികൻ 23-ാം സങ്കീർത്തനം തൻ്റെ ഇടറിയ ശബ്ദത്തിൽ ചൊല്ലി. കേട്ട ഓഡിയൻസിൻ്റെ എല്ലാം കണ്ണു നിറഞ്ഞു. എന്താ ഇവിടെ സംഭവിച്ചത്? അതിൻ്റെ ഉത്തരം ആ ചെറുപ്പക്കാരനായ ഗായകൻ തന്നെ പറയുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുക, എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം, പക്ഷെ അയാൾക്കോ ഇടയനെ അറിയാം. സ്നേഹമുള്ളവരെ, ഏർപ്പെടുന്ന കർമ്മങ്ങളിൽ എല്ലാം ആ ഇടയൻ ഉണ്ടാകണം, ആ ഇടയൻ്റെ ആത്മാവുണ്ടാകണം. അപ്പോൾ കർമ്മങ്ങളെല്ലാം അർത്ഥപൂർണമാകും. സ്നേഹമുള്ളവരെ, ആ പരിശുദ്ധ റൂഹായ ആ കാര്യസ്ഥനെ ഗൗരവമായി എടുക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക, ആ പരിശുദ്ധ റൂഹായെ അത്രമേൽ ആഗ്രഹിക്കുക. പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ പരിശുദ്ധ റൂഹ നമ്മളിൽ തന്നെയുണ്ട്. അതിനെ സങ്കടപ്പെടുത്തരുത്, അതിനെ ദുഃഖിപ്പിക്കരുത്, അതിനെ അവഗണിക്കരുത്. പിന്നെയോ അതിനെ ആളിക്കത്തിക്കുക. അതിനെ സ്വീകരിച്ച സ്ലീഹന്മാർക്ക് സംഭവിച്ചതെന്തെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നില്ലേ? ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് ആ സാധാരണ ജന്മങ്ങൾ മാറുകയാണ്. അതാണ് പെന്തക്കോസ്ത. ആ അനുഭവത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ആ അനുഭവത്തിലേക്ക് ഉയരുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ എന്തും ആ ആത്മാവിൻ്റെ നിറവിൽ ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. സ്നേഹമുള്ളവരെ, അങ്ങനെ ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ വേറിട്ടിരുന്ന് കൂടെയുള്ള ആ ദൈവത്തെ തിരിച്ചറിയുവാനും ആ ദൈവത്തെ തൻ്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാനും, അങ്ങനെ ഏൽപ്പിച്ച വേറിട്ട സുവിശേഷ ദൗത്യത്തെ ആ പരിശുദ്ധ റൂഹായാകുന്ന കാര്യസ്ഥനാൽ പൂർത്തീകരിക്കുവാനും നമുക്ക് കഴിയട്ടെ. ആമേൻ.